അതുകൊണ്ട് കരുണ ലഭിക്കാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അരികിലേക്ക് ചെല്ലുക. കർത്താവിന്റെ ദാസനെ, എബ്രായർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള ഭാഗങ്ങളിൽ എഴുതിയിരിക്കുന്നു, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് അവനും നമ്മെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു. ദൂതന്മാരെ സംരക്ഷണം ചെയ്യുവാനല്ല, അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണം ചെയ്യുവാനത്രേ അവൻ വന്നത്. അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനും ആകേണ്ടതിന് സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവൻ ആകുന്നു. 18-ാമത്തെ വാക്യം, താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കയാൽ പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു. എന്നെ കണ്ടോണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കൾ, വായ് തുറന്നൊന്ന് പറഞ്ഞ്, യേശു എന്നെ സഹായിപ്പാൻ കഴിവുള്ള ദൈവം, യേശു എന്നെ സഹായിപ്പാൻ വിശ്വസ്തനായ ദൈവം. 121-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ ചോദിക്കുന്നു, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. എൻ്റെ കാൽ വഴുതാൻ അവൻ അനുവദിക്കത്തില്ല. എന്നെ കാക്കുന്നവൻ മയങ്ങുന്നില്ല, അവൻ ഉറങ്ങുന്നില്ല. ആരോടൊക്കെയോ എന്നെ കാണുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മ പറയുന്നു, ദൈവത്തിന്റെ സഹായം നിങ്ങളിൽ വരാൻ പോവാ. Oh, hallelujah. God is going to help you, my dear brothers and sisters. ദൈവം നിങ്ങളെ സഹായിക്കാൻ പോവാ. ദൈവം നിങ്ങളുടെ ആവശ്യങ്ങളിൽ നിങ്ങൾക്ക് സഹായമായിട്ട് ഇറങ്ങാൻ പോവാ. ആമേൻ. ബൈബിൾ പറയുന്നു, താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ള ദൈവമാണ്. തന്റെ ഇടത്തോടെ വിശ്വാസത്തോടെ തല ഉയർത്തി ഇന്ന് രാത്രി പറ, എൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും എൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും എൻ്റെ കർത്താവിന് എന്നെ സഹായിപ്പാൻ കഴിയും. അവൻ എന്നെ സഹായിക്കുന്നവനായ ദൈവമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആ കർത്താവിൻ്റെ ആ സ്നേഹവും ആ കർത്താവിൻ്റെ കൃപയുമാണ് നമ്മളെ അവനെ അനുഗമിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നത്. ശ്രദ്ധിക്കണം, എൻ്റെ കർത്താവിന് എന്നോടുള്ള സ്നേഹം, എൻ്റെ ബലഹീനതയിൽ എന്നെ താങ്ങിയ കർത്താവ്, എൻ്റെ ആപത്തിൽ എന്നെ താങ്ങിയ കർത്താവ്. ഹല്ലേലൂയ. ഞാൻ പരീക്ഷകളിലൂടെ പല പ്രതിസന്ധികളിലൂടെ കടന്നു പോയപ്പോൾ എൻ്റെ ദൈവം എന്നെ സഹായിച്ച് എനിക്കറിയാം. ഈ മെസ്സേജ് ഇപ്പൊ കേട്ടോണ്ടിരിക്കുമ്പോൾ കേൾക്കുന്ന ആരും ആകട്ടെ, എൻ്റെ പ്രിയപ്പെട്ടവർ, സഹോദരി സഹോദരന്മാരെ, പൂർണ്ണ ബഹുമാനത്തോടെ സ്നേഹത്തോടെ ഞാൻ ചോദിക്കട്ടെ, എത്ര സന്ദർഭങ്ങളിൽ നാം ഇത് അനുഭവിച്ചിട്ടുണ്ട്? നിങ്ങളതിന് ആമീൻ പറയാൻ കഴിയുമോ? എത്ര സമയങ്ങളിൽ നമ്മുടെ ദൈവം നമ്മളെ സഹായിച്ചിട്ടുണ്ട്? നമുക്ക് പറ്റില്ല, നമുക്കത് ചെയ്യാൻ കഴിയില്ല എന്ന് നാം ചിന്തിച്ച ഏതെല്ലാം മേഖലകളിൽ യേശു നമ്മെ സഹായിച്ചിട്ടുണ്ട്. അവൻ നമ്മെ സഹായിച്ചതും അവൻ നമ്മളെ ബലപ്പെടുത്തിയതും അവന്റെ കൃപ നമ്മളിൽ വെളിപ്പെടുത്തിയതുമാണ്. ഹല്ലേലൂയ. ആ സ്നേഹമാണ് ഞങ്ങളെ നിർബന്ധിക്കുന്നത്. ഒരു വാക്യം 2 കൊരിന്ത്യർ 5:14 പൗലോസ് പറയുന്നുണ്ട്, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. അല്ലേ? ആ വാക്യം ഒന്ന് വായിക്കാം പാസ്റ്റർ. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ, ലോകത്തിൽ ജനിച്ചവർക്കും ഇനി ജനിക്കാനുള്ളവർക്കും മരിച്ചവർക്കും സകലർക്കും വേണ്ടി, എല്ലാവർക്കും വേണ്ടി യേശു മരിച്ചു. എല്ലാവർക്കും വേണ്ടി യേശു മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന്. ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല ജീവിക്കുന്നത്. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് രാത്രിയിൽ വാ തുറന്ന് ആയിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പറയാൻ പറ്റും? പറയണം, എനിക്കായി മരിച്ച കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും. ഹല്ലേലൂയ. Can you please say that? എനിക്കായി മരിച്ച യേശുവേ, ഞാൻ നിനക്കായി ജീവിക്കും. എനിക്ക് വേണ്ടി മരിച്ച കർത്താവിനായിട്ട് ഞാൻ ജീവിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ,
കർത്താവിനെ ആരാധിക്കാനും യേശുവിനെ അനുഗമിക്കാനും നമ്മളെ പ്രേരിപ്പിക്കേണ്ടത് ഭയമല്ല. എന്തെങ്കിലും രോഗം വരുമ്പം കൈകൊട്ടി പാടുക, എന്തെങ്കിലും പ്രശ്നം വരുമ്പം മാത്രം പ്രാർത്ഥിക്കുക, അല്ലല്ല. ഭയമല്ല നമ്മളെ ദൈവത്തിൽ ഉത്സാഹിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ അവനെ അനുഗമിക്കാൻ പ്രേരിപ്പിക്കേണ്ടത്. ഭയമല്ല, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും കിട്ടും, എന്നെ അവൻ കരുതും എന്നൊക്കെയുള്ള ചിന്തയല്ല യേശുവിനെ അനുഗമിക്കാനും യേശുവിനെ ഉയർത്താനും യേശുവിനായി ജീവിക്കാനും നമ്മളെ പ്രേരിപ്പിക്കേണ്ടത്. എൻ്റെ യേശുവിന് എന്നോടുള്ള സ്നേഹം, ജീവനെ നൽകിയ സ്നേഹം, ആ സ്നേഹമായി എന്നെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 16:14 1 കൊരിന്ത്യർ 16:14 ബൈബിൾ പറയുന്നത്, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവീൻ. എന്നാ ചെയ്താലും സ്നേഹത്തിൽ ചെയ്യണം. ആരോടുള്ള സ്നേഹത്തിൽ? യേശു കർത്താവിനോടുള്ള സ്നേഹത്തിൽ. മനുഷ്യരോടുള്ള സ്നേഹത്തിലും ബഹുമാനത്തിലും അല്ല. അത് ആവശ്യമാണ്, അതുണ്ടാകണം, അത് അധികമായിട്ടുണ്ടാകണം. പക്ഷേ നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് കർത്താവിനോടുള്ള സ്നേഹത്തിലാണ്. പാടുന്നത്, ഇപ്പൊ ഒരു പാട്ട് പാടുമ്പം ആ പാട്ട് പാടാൻ നിങ്ങളെ പ്രേരിപ്പിക്കേണ്ടത് ഞാൻ പാടിയില്ലെങ്കിൽ ദൈവം എന്നെ അടിക്കുമെന്ന ചിന്തയല്ല, അല്ലെങ്കിൽ ദൈവം എന്നെ ശിക്ഷിക്കുമെന്ന ചിന്തയല്ല. ഹല്ലേലൂയ. എൻ്റെ കർത്താവിനോടുള്ള സ്നേഹം. നിങ്ങൾ ചെയ്യുന്നതെല്ലാം അങ്ങനല്ലേ? 1 കൊരിന്ത്യർ 16:14 നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുക. സ്തോത്ര കാഴ്ച കൊടുത്താലും, ദശാംശം കൊടുത്താലും, കൈകടിച്ച് പാട്ട് പാടിയാലും, സ്തോത്രം ചെയ്താലും, സുവിശേഷം അറിയിച്ചാലും, പ്രസംഗിച്ചാലും, ഇതെല്ലാം ഇന്ന് രാത്രിയിൽ ഇങ്ങനെ ലോകത്തെല്ലാം ഒത്തിരി പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നിൽക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും ഞാനിന്ന് രാത്രി കൂടെ വന്ന് പ്രസംഗിക്കുന്നത് എനിക്ക് എന്നാ കിട്ടുമെന്ന് ചിന്തിച്ചല്ല. ഹല്ലേലൂയ. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത് എനിക്ക് വേണ്ടി ജീവനെ തന്ന എൻ്റെ കർത്താവിന്റെ നാമത്തെ ഉയർത്തുക. ഞങ്ങൾ പാടുന്നത് യേശു കർത്താവിന് വേണ്ടിയാണ്, ഞങ്ങൾ ജീവിക്കുന്നത് കർത്താവിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. ചേർന്ന് കർത്താവിന് നല്ലൊരു സ്തോത്രം ചെയ്താട്ടെ. ആമേൻ. യേശുവിനെ ഉയർത്തുക. പ്രൈസ് ഗോഡ്. യേശു കർത്താവിന് നന്ദി പറയുക. റോഡിൽ നിന്നായാലും പ്രസംഗിക്കും, റെയിൽവേ സ്റ്റേഷനിൽ നിന്നാലും യേശുവിനെ ഉയർത്തും. എവിടെ കർത്താവ് ആക്കിയിരിക്കുന്നു അവിടെ കർത്താവിനെ ഉയർത്തും. എവിടെ ദൈവം വെച്ചിരിക്കുന്നു അവിടെ കർത്താവിനെ ഉയർത്തും. മനുഷ്യർ എന്ത് തരുമെന്നോ, മനുഷ്യൻ സ്നേഹിക്കുമെന്നോ പ്രശംസിക്കുമെന്നോ പ്രതീക്ഷിച്ചിട്ടല്ല, എനിക്ക് വേണ്ടി മരിച്ച ഉയർത്തെഴുന്നേറ്റ യേശുവേ, ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും, ഞാൻ നിന്നെ ഉയർത്തും എന്ന വിശ്വാസം. ഹല്ലേലൂയ. നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ. 1 കൊരിന്ത്യർ 16:14 വായിച്ചേ. അതിന് 22 വായിച്ചേ. അവസാന വാക്യം ഒന്ന് വായിച്ചേ. സ്നേഹിക്കാത്തവൻ, കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. സഹോദരന്മാരെ, ആ വാക്യം ശ്രദ്ധിച്ചോ? ഓൺലൈനിൽ എന്നെ കാണുന്നവർ നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചോ? കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. കൈ അടിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ എന്നുണ്ടോ? ഇല്ല. പാട്ട് പാടാത്തവൻ ശപിക്കപ്പെട്ടവൻ എന്നുണ്ടോ? ഇല്ല. സ്തോത്ര കാഴ്ച കൊടുക്കാത്തവൻ ശപിക്കപ്പെട്ടവനുണ്ടോ? ഇല്ല. അന്യഭാഷ പറയാത്തവൻ ശപിക്കപ്പെട്ടവനുണ്ടോ? ഒറ്റ വാക്യത്തിൽ പൗലോസ് രേഖപ്പെടുത്തും, കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. അല്ലേ? എന്താ അതിന്റെ അർത്ഥം? കർത്താവിനെ സ്നേഹിക്കുന്നവൻ പാട്ട് പാടും, കർത്താവിനെ സ്നേഹിക്കുന്നവൻ ദൈവത്തെ ആരാധിക്കും, കർത്താവിനെ സ്നേഹിക്കുന്നവൻ പ്രാർത്ഥിക്കും, കർത്താവിനെ സ്നേഹിക്കുന്നവൻ കർത്താവിന്റെ വേലയ്ക്ക് കൊടുക്കും, കർത്താവിനെ സ്നേഹിക്കുന്നവൻ കർത്താവിന്റെ ദാസന്മാരെ ബഹുമാനിക്കും. ദൈവത്തെ ബഹുമാനിക്കുന്നവർക്ക് ദൈവത്തിന്റെ ദാസന്മാരെ ബഹുമാനിക്കാൻ പറ്റും. കർത്താവിനെ സ്നേഹിക്കുന്നവൻ പ്രവർത്തിക്കും. ഹല്ലേലൂയ. കർത്താവിനെ സ്നേഹിക്കുന്ന ഏവർക്കുമേ അവന്റെ വേല ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത്, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവീൻ. കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. അല്പം മോചിച്ച് കിട്ടിയവൻ അല്പം സ്നേഹിക്കും, അധികം ഇളച്ച് കിട്ടിയവൻ അധികം സ്നേഹിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ അവന്റെ കൃപ നമ്മളെ നിലനിർത്തി, അവന്റെ കൃപ നമ്മളെ താങ്ങി, അവന്റെ കൃപ നമ്മളെ പരീക്ഷകളിൽ സഹായിച്ചു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്യാമോ? ദൈവത്തിനൊന്ന് നന്ദി പറയാമോ? യേശുവേ, നീ എന്നെ തെരഞ്ഞെടുത്ത നിന്റെ കൃപയ്ക്കായിട്ട്, നീ എന്നെ നിർത്തിയിരിക്കുന്ന നിന്റെ കൃപയ്ക്കായിട്ട് ഞാൻ നിനക്ക് നന്ദി പറയുക. ഞാൻ അങ്ങ് സ്നേഹിക്കുന്ന കർത്താവേ. ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും അതരങ്ങളെ തുറന്ന് ചില മിനിറ്റുകൾ കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. എൻ്റെ കൃപ നിനക്ക് മതി. യേശു പറയുന്നു, എൻ്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികയുന്നു. ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശു നമുക്കുള്ളത് കൊണ്ട് പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിതനായ, നമ്മുടെ ബലഹീനതകളിൽ നമ്മളോട് സഹതാപം കാണിക്കുവാൻ കഴിയുന്ന ഒരു നല്ല കർത്താവ് നമുക്കുള്ളതുകൊണ്ട് നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിക്കുക.
നമ്മുടെ വിശ്വാസ ജീവിതത്തെ മുറുകെ പിടിക്കുക. നിങ്ങളിപ്പോൾ എവിടെയാണോ ആയിരിക്കുന്ന സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ പോകുക. ദേവദാസന്മാരെ, ഒരു നിമിഷം കയറി വന്ന് നമുക്കൊന്നിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കുക. സകല കുടുംബങ്ങൾക്കും പേർ വരുവാൻ കാരണമായ ദൈവസന്നിധിയിൽ മുഴങ്കാലുകളെ മടക്കി ഈ രാത്രി ഞങ്ങളെ കാണുന്ന, ഞങ്ങളെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഈ നിമിഷം ആരൊക്കെ ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു, നിന്റെ അത്ഭുതകരം അവരെ സ്പർശിക്കട്ടെ കർത്താവേ. നിന്റെ അത്ഭുതകരം അവരെ തൊടുവാനിടയാകട്ടെ. താങ്ക് യു ജീസസ്. ഞങ്ങളുടെ ദേശങ്ങൾക്കായി, ഞങ്ങളുടെ രാജ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ സഭകൾക്കായി, വിശ്വാസികൾക്കായി, മനുഷ്യരാശിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കും. അപ്പാ, ഞങ്ങളെ ഇതുവരെയും സഹായിച്ചത് നിന്റെ കരമാണ്. ഞങ്ങളെ ഇതുവരെയും നടത്തിയത് നിന്റെ കരമാണ്. ഞങ്ങൾ നിന്നതല്ല, നീ ഞങ്ങളെ നിർത്തിയതാണ്. ഞങ്ങളൊന്നും നേടിയതല്ല, സകലതും നീ ഞങ്ങൾക്ക് നൽകിയതാണ്. എന്റെ ദൈവമേ, നീ വിശ്വസ്തനാണ്. ആരൊക്കെ ഈ നിമിഷം തിരുമുൻപിൽ പ്രാർത്ഥിക്കുന്നുവോ, ആരൊക്കെ കണ്ണുനീരോട് അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അവരുടെ കുടുംബത്തിന് വേണ്ടി, അവരുടെ നന്മകൾക്കായി, സഭയ്ക്കായിട്ടൊക്കെ പ്രാർത്ഥിക്കുന്നുവോ, ദൈവത്തിന്റെ സാന്നിധ്യം അവിടേക്ക് ഇറങ്ങട്ടെ കർത്താവേ. ശാരീരികമായ രോഗങ്ങൾ, ബാധകൾ അവരുടെ കൂടാരങ്ങളെ വിട്ടുപോകട്ടെ കർത്താവേ. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് അരുളിച്ചത് കർത്താവേ. താങ്ക് യു ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്നോട് ഇങ്ങനെ പറയുന്നു, കാറ്റും കടലും ഇളകി മറിഞ്ഞപ്പം തിരമാലകളുടെ ശബ്ദത്തിന്റെ മുൻപിൽ യേശു ഉണർന്നില്ല. നമുക്കറിയാം, ആ സമയത്ത് യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുമായിരുന്നു അല്ലേ? തിരമാലകളുടെ ശബ്ദവും കാറ്റിന്റെ ആരവവും യേശുവിനെ ഉണർത്തിയില്ല. അലയടിച്ചുയർന്ന തിരമാലകളുടെ പതഞ്ഞു പൊങ്ങിയ ഉപ്പുവെള്ളം അവന്റെ ശരീരത്ത് വീണിട്ടും അതവനെ ഉണർത്തിയില്ല. പക്ഷെ തൻ്റെ കുഞ്ഞുങ്ങൾ നിലവിളിച്ചപ്പോൾ, തൻ്റെ ശിഷ്യന്മാർ കരയാൻ തുടങ്ങിയപ്പോൾ, ആ നിലവിളിയുടെ ശബ്ദം യേശുവിനെ ഉണർത്തി, അവനെ എഴുന്നേൽപ്പിച്ചു. തിരമാലകൾക്കും കാറ്റുകൾക്കും അവനെ ഉണർത്താൻ കഴിഞ്ഞില്ല. പക്ഷെ അവന്റെ മക്കളുടെ നിലവിളി, അവന്റെ ജനത്തിന്റെ കരച്ചിൽ അവനെ എഴുന്നേൽപ്പിച്ചു. ഇന്ന് ഈ രാത്രിയിൽ എന്നോടൊപ്പം ആരൊക്കെ പ്രാർത്ഥിക്കുന്നുവോ, അധരങ്ങൾ തുറന്ന് യേശുവേ എന്ന് വിളിക്കുന്നുവോ, ദാവീദ് പുത്രാ ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നുവോ, ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ തലമുറകളെ, നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ ബിസിനസ്സിനെ, നിങ്ങളുടെ ശുശ്രൂഷയെ അവൻ സ്പർശിക്കുകയാണ്. കർത്താവിന്റെ കരങ്ങളിലോട്ടൊന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ഓ ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. സ്തുതിക്കാൻ തുടങ്ങിയ, പ്രാർത്ഥിക്കാൻ തുടങ്ങിയ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിങ്ങളുടെ റൂമുകളിൽ ഇറങ്ങട്ടെ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിങ്ങളെ സ്പർശിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവിന്റെ കരം നിങ്ങളെ തൊടുവാനിടയാകട്ടെ. We lift up your name, Lord Jesus. കർത്താവേ, എക്സാമിനേഷൻ എഴുതുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഒരു ഉന്നത വിജയം നീ അവർക്ക് കൽപ്പിക്കണമേ. സാമ്പത്തികമായി ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. വാതിൽ തുറക്കുന്ന